ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഇവിടെ ഹാപ്പിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്താ ഉണ്ടാക്കുക, എന്താ ഇന്നത്തെ ദിവസം ഈ കുട്ടികൾ കഴിക്കുക, അങ്ങനെ ഭയങ്കര ടെൻഷൻ. എത്രയൊക്കെ വീഡിയോസ് കണ്ടാലും പിറ്റേന്ന് കാലത്ത് എണിച്ചപ്പോൾ ആ ടെൻഷന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ കാവലില്ലേ എന്ന് വെച്ചാൽ ആയിരണ്ട് പാത്രം അത് ചെറുതായിട്ടൊന്ന് ദോശ ഇളവാത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഉപ്മ ഉണ്ടാക്കുന്ന റവയില്ല അത് വറുത്ത് അതിൽ വറുത്ത ദോശ നന്നായിട്ട് ഇളകുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ പണികളും ചെയ്തിട്ട് എനിക്ക് ഇളക്കാൻ പറ്റാത്ത ആ ദോശ പാത്രത്തിൽ നിന്ന് ഈ ഒരു അവസാനത്തെ ട്രിഗറും കൂടി യൂസ് ആക്കിയിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ ഉപ്മ ഉണ്ടാക്കുന്ന റവയെ വറുത്തെടുത്തത്. ഇൻഷാല്ല നെക്സ്റ്റ് ശരിയാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുന്ന ഒരു കപ്പ് റവ ഞാൻ അതിൽ ഇട്ടിട്ട് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടിട്ട് ഒരു ഉള്ളിയും 2-3 പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചെറുതായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കോംബോ ആവാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റ് എൻഹാൻസ് എന്ന് പറയുന്നില്ല, അതുപോലത്തെ ഒരു ടേസ്റ്റ് ആവുന്നുണ്ട്. ഉപ്പും പഞ്ചസാരയും ഒന്നിച്ചിട്ടിട്ട് വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയത്ത് തീ നല്ലോണം ലോ ആക്കിയിട്ട് വെച്ചിട്ട് ഞാൻ അയരൺ പാത്രത്തിൽ റവ ഇട്ടിട്ട് വറുത്തുകൊണ്ടുണ്ടല്ലോ അത് കുറച്ച് അപ്പറിപ്പറായാൽ തന്നെ അത് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ടാവും. കാരണം അയരൺ പാത്രം നല്ലോണം ചൂടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉപ്പും പഞ്ചസാരയും എല്ലാം ഇട്ടിട്ട് വെള്ളം അവിടെ തിളക്കുന്ന നേരത്തേക്ക് എൻ്റെ റവയും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒന്നും ഇതിലോട്ട് മിക്സ് ആക്കാനാണ് വേണ്ടത്. പക്ഷേ ആ പാത്രം തൊടാൻ പറ്റുന്നില്ല, നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റവയൊക്കെ ഇട്ടിട്ടുണ്ട്. മറ്റേ കയ്യിലാണെങ്കിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ റവ പെട്ടെന്ന് ഇങ്ങനെ കട്ടി കെട്ടിപ്പോവും. അതുകൊണ്ട് ഒരു കയ്യിൽ നല്ലോണം ഇളക്കി കൊടുക്കുക, തീ നല്ലോണം കുറച്ച് വെക്കുക. ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് കേട്ടോ ഇങ്ങനെ റവ ഇട്ടിട്ട് ഇങ്ങനെ ഉപ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീ നല്ലോണം ഒന്ന് കുറച്ച് വെക്കേണ്ടി വരുന്നുണ്ട് എനിക്ക്. അങ്ങനെ ഉപ്മാലെല്ലാം ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. അപ്പാടേണ്ട അത് നല്ല വെന്ത് കിട്ടിക്കൊള്ളും കേട്ടോ, കാരണം നല്ലോണം വറുത്തെടുത്തിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ഈ വെള്ളം ആറിയാൽ തന്നെ തീ ഓഫാക്കി കൊടുക്കുക, എന്നിട്ട് മൂടി വെച്ചിട്ട് ദമ്മിൽ വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈസി ആയിട്ടുള്ള ഉപ്മ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ദമ്മും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അയരൺ പാത്രമില്ല, ഈ പാത്രത്തിലോട്ട് നല്ലോണം ഒന്നും തുടച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സോപ്പിലൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ആ തുണി കൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന റവയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ടിഷ്യൂവിൽ അത് മൊത്തത്തിൽ അങ്ങ് നീറ്റാക്കിയിട്ട് തന്നെ ഓയിൽ തടവിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്ന ആ ഒരു സംഭവങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ എന്ന് വെച്ചിട്ട് എന്നിട്ട് ഭദ്രമായിട്ട് തന്നെ നല്ലോണം നല്ല ഒരു പാക്കിംഗ് സ്ഥലത്ത് തന്നെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയൊക്കെ ഇത് നീട്ടാക്കിയാലും നല്ല പാത്രമാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് നല്ല വിലയുണ്ട്, ഒരു 3000 രൂപയൊക്കെ ഉണ്ടാവും നമ്മുടെ ഇന്ത്യൻ രൂപീസിൽ പറയുകയാണെങ്കിലും. പക്ഷേ ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്നത് കൊണ്ട് എന്താ ഉപയോഗം അല്ലെ? എത്രയൊക്കെ അതിന് ചെയ്താലും അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും ആയിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ ഇത്തവണ ഞാനത് നീറ്റാക്കി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പണികളും ജോലികളും തിരക്കുകളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ദമ്മിന്ന് എടുത്തിട്ടുണ്ട്. നല്ല വറ്റിയിട്ട് നല്ല കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഉപ്മ. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ ഉപ്മ കഴിക്കുന്നത് തന്നെ ഭയങ്കര റിസ്ക് ആയിട്ടാണ്. ഇനിയിപ്പോൾ തേങ്ങയും കൂടി ഇട്ട് അതും കൂടി തൊടാനും പോയില്ലാറും, അതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഒരു ദിവസം മുന്നത്തെ മീൻ കറി ഉണ്ട്. അപ്പോൾ പിന്നെ ടിഫിന് മാത്രം റെഡിയാക്കുന്ന പണിയുള്ളൂ. പക്ഷെ മീൻ കറിയിൽ ടിഫിൻ പാക്ക് ആക്കാറില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇതിന് കോഫി ഉണ്ടാക്കണം, അതിനുള്ള പാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. കോഫിപ്പൊടിയും മറ്റൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഫി പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിവിടെ പാല് തിളക്കാണ്. അങ്ങനെ പാലും തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. പാൽ വെച്ചപ്പാടനെ തിളച്ചിട്ടൊന്നുമില്ല, 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ പാൽ തിളച്ചെന്ന് തോന്നുന്നതാണ്. അങ്ങനെ പാലും തിളച്ചിട്ടുണ്ട്, തീ ഓഫാക്കിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇതിനെ കോഫി ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഈ പാലിന് ഒന്ന് കോഫി ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ കോഫിയും കൂടി ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സെർവ് ആക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കി ലൈക്ക് ആക്കിയിട്ട് ഒന്ന് സപ്പോർട്ടാക്കാം. പിന്നെ എന്താ പറയുക, എപ്പോഴും നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. എന്നിട്ട് നിങ്ങൾക്കും അറിയാമായിരിക്കും, എനിക്കങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബറും ഇല്ല, നല്ലോണം വ്യൂസും ഇല്ല. പക്ഷേ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. നിങ്ങളുടെ കൂടെ ഒന്ന് സപ്പോർട്ടിൻ്റെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് എനിക്ക്.
അപ്പോൾ എന്തായാലും മറക്കാതെ ഒന്ന് സപ്പോർട്ടാക്കുക. അങ്ങനെ ഇത് ഇവിടെ ഞാൻ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വിളമ്പി കൊടുക്കുക. പക്ഷേ ഉപ്മ കൊണ്ട് മാത്രം ഇവർ കഴിക്കൂല. കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, അപ്പോൾ കുറച്ച് ബ്രെഡോ റസ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കഴിച്ചോളും. അപ്പോൾ നല്ല വയറ് നിറഞ്ഞ് കിട്ടിക്കോളും. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.